ഇനി ചേട്ടൻ മറന്നു എന്നുള്ള പരാതി വേണ്ട. ഈ ഡയറി ഫാമും പൗൾട്രി ഫാം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ശരിക്ക് നോക്കി നടത്താച്ചാൽ ലാഭം കൊയ്യുന്ന ഏർപ്പാടാ. ഞാനൊരിക്കലും ആലോചിച്ചതാ. പക്ഷെ എവിടെ നിന്ന് വരിക സമയം കിട്ടണ്ടേ? അതങ്ങനെ അച്ഛന് നാട് നന്നാക്കാൻ തന്നെ സമയമില്ല. പിന്നല്ലേ പൗൾട്രി ഫാം. കേട്ടോ മിസ്റ്റർ കുമാരൻ, ഇവനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, അത്ര വിശാലമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള മനസ്സും വേണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതില്ലെന്ന് വെച്ചു. അമ്മ എന്തിനാ പെണ്ണിട്ട് വന്നത്? അയ്യോ, എടാ മോനെ കൃഷ്ണൻകുട്ടി, നീ ആ കൂട്ടി വിണ്ടാണ്ടിരിക്കും. ആ കുട്ടികളൊന്നുണ്ടോട്ടെ. ആ കൊച്ചൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നതാ. ചോറും കറിയും ഒന്നും നന്നായി കാണുകയല്ല. അതെങ്ങനെ എവർക്ക് ഇത് വല്ലതും അറിഞ്ഞിട്ട് വേണ്ടി? അയ്യോ, മുത്തശ്ശി എല്ലാം ഒന്നാന്തരമായിട്ടുണ്ട്. പിന്നെ മുത്തശ്ശിയുടെ കൈ കൊണ്ടുണ്ടാക്കിയത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് വിഷമേ ഉള്ളൂ. അതിനെന്താ, മുത്തശ്ശിയുടെ കൈപുണ്യം കൊച്ചുമോൾക്ക് കിട്ടാതെ പോവോ? അടുത്ത കാലത്തൊന്നും ഇത്ര രുചിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. വെറുതെ അവളെ ഇങ്ങനെ പൊക്കി പറയാതെ. നാളെ മുതൽ അവൾ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി വെക്കും. അത് മുഴുവൻ ഞാനും അച്ഛനും ഒരു തിന്നു തീർക്കേണ്ടി വരും. അല്ലേ അച്ഛാ? ശരിയാ. ആരെയും കൊണ്ട് ഇഷ്ടപ്പെട്ടോ? ഒരു മാസമായി വാങ്ങി വെച്ചിട്ട്. ഇവന്റെ സെലക്ഷൻ ഞാൻ സെലക്ട് ചെയ്താൽ നിനക്ക് ഇഷ്ടപ്പെടുമല്ലോ. എന്നാ ഇവനെ വെച്ചൊന്ന് പരീക്ഷിക്കാന്ന് വെച്ചു. സെലക്ട് ചെയ്യാനും ഭയങ്കര മിടുക്കനാ. പക്ഷെ അതിനിവൻ എന്തൊക്കെ അറിയണമെന്നോ? നിന്റെ നിറം, പൊക്കം, വണ്ണം. പിന്നെ അത് ഈ ഹാളിന് യോജിച്ച സാരിയല്ലേ വാങ്ങിക്കുന്നത്.